അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 19ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായി അൽ ജുസു സാനി കിതാബിലെ 9ാമത്തെ ലെസണാണ്. ഈ ലെസണിൽ സബ്ജക്റ്റ് നസ്ബുൽ മുളാരി ബി അൻ അൽ മുൾമറത്തി. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് മുളാരിയായ ഫീല് രണ്ട് അവസ്ഥയിലൊഴികെ മുഅറബാണ്. ഇറാബ് കൊടുക്കണം. ഇറാബ് റഫ് കൊടുക്കണം. നെസ്ബിന്റെ അദാത്ത് വന്നാൽ നെസ്ബ് കൊടുക്കണം. ജസ്മിന്റെ അദാത്താണ് വരുന്നതെങ്കിൽ ജസ്മ് കൊടുക്കണമെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. റഫ് കൊടുക്കൽ ജസ്മോ നെസ്ബോ വരാത്തപ്പോ റഫ് കൊടുക്കണം. നെസ്ബ് വരുമ്പോ നെസ്ബാണ് കൊടുക്കേണ്ടത്. അതായത് നെസ്ബിന്റെ അദാത്ത് എന്ന് പറഞ്ഞാൽ അൻ, ലൻ, ഇദൻ, കൈ, അങ്ങനെ 4 ഹർഫുകൾ മുളാരിയായ ഫീലിന്റെ മുമ്പ് വന്നാൽ ആ മുളാരിയായ ഫീലിന് നെസ്ബായിരിക്കുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. അതിന്റെ ഒരു ബാക്കി തന്നെയാണ്, അതിന്റെ ഒരു സബ്ബായിട്ട് തന്നെയാണ് ഈ ഒരു പാഠം. നസ്ബുൽ മുളാരി ബി അൻ അൽ മുൾമറത്തി. അൻ എന്ന വാക്ക്, അൻ എന്ന കെലിമത്ത് മുളാരിയായ ഫീലിന്റെ മുമ്പ് വന്നാൽ നെസ്ബ് കൊടുക്കണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഐ യസ്തരീഹ, അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു. ഐ യസ്തരീഹ, അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അസ്തരീഹ, ഞാൻ വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു വിശ്രമിക്കാൻ എന്ന് പറയുന്നതിന്റെ ഒരു പകരാണ് അൻ യസ്തരീഹ, അൻ എന്നുള്ളൊരു വാക്ക് വരുന്നത്. ലിൽ ഇസ്തിറാഹത്തി എന്നതിനെ നമുക്ക് മസ്ദർ കൊണ്ട് തവീൽ ചെയ്യാം. അതൊക്കെ ശേഷം പഠിക്കുന്നുണ്ട്. എന്തായാലും അവദ്ദു അൻ അസ്തരീഹ എന്നുള്ള അൻ എന്നുള്ളത് വന്നത് കൊണ്ടാണ് അസ്തരീഹ എന്നുള്ളത് നെസ്ബായി മാറിയത്. ഇനി നമ്മുടെ ഈ പാഠത്തിൽ പറയുന്നത് അൻ എന്നുള്ള കെലിമത്തിനെ മറച്ചു വെച്ചുകൊണ്ട് മുളാരിയ ഫെയിലിന് ചില സന്ദർഭങ്ങളിൽ നെസ്ബ് ചെയ്യപ്പെടും. അത് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. 6 സ്ഥലത്താണ് അന്ന് എന്ന ഹർഫിനെ മറച്ചു വെച്ചുകൊണ്ട് മുളാരിയ ഫീലിന് നെസ്ബ് ചെയ്യപ്പെടുക. അത് പല അർത്ഥങ്ങളിൽ വരാൻ വേണ്ടിയാണ്. അതില് നമ്മുടെ ഈ ലെസണിൽ 19ാമത്തെ ലെസണിൽ അതിന്റെ 3 ഭാഗം പറയും. അടുത്ത ലെസണിൽ അതിന്റെ ബാക്കിയുള്ളതും പറയും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഏതായാലും പാഠത്തിലേക്ക് പോകാം. നസ്ബുൽ മുളാരി ബി അൻ അൽ മുൾമറത്തി എന്നുള്ളതാണ് ഹെഡിങ്. അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് ബഅദ ലാമി തഅലീലി, തഅലീലിന്റെ ലാമിന് ശേഷം, അതായത് അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അസ്തരീഹ എന്ന് പറയുമ്പോൾ ആ അൻ അസ്തരീഹ എന്നുള്ളത് ലി അൻ അസ്തരീഹ എന്നും വേണമെങ്കിൽ പറയാം, ലി അസ്തരീഹ എന്ന് വേണമെങ്കിലും പറയാം. അതായത് തഅലീലിന്റെ ലാം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടി? റാഹത്തെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ വേണ്ടി എന്നൊരു അർത്ഥം വരുമ്പോൾ അതിനു വേണ്ടി, അത് കാരണത്താൽ, അങ്ങനെ ഒരു തഅലീൽ എന്ന് പറഞ്ഞാല് കാരണം, ബിക്കോസ്, ആ ഒരു കാരണത്താൽ എന്ന് അർത്ഥം കിട്ടുന്ന ലാമ് വന്നാൽ ആ ലാമിന് ശേഷം അൻ എന്നുള്ള കെലിമത്ത് മറഞ്ഞിരിക്കാം, പറയാതിരിക്കാം, പറയുകയും ചെയ്യാം. അപ്പൊ അതാണ് 1ാമത്തെ സ്ഥലം. നമ്മൾ ഏതായാലും ഉദാഹരണത്തിലേക്ക് പോവാം. അൽ അംസില. ജലസ്തു ലി അസ്തരീഹ, ജലസ്തു ഞാൻ ഇരുന്നു, ലി അസ്തരീഹ റാഹത്തെടുക്കാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നു. അവിടെ ലി അസ്തരീഹ, അസ്തരീഹ് എന്നുള്ളത് മുളാരിയായ ഫീലാണ്. നമ്മൾ നെസ്ബ് ചെയ്യുന്ന 4 ഹർഫിൽപ്പെട്ട ഒരു ഹർഫും അവിടെ വന്നിട്ടില്ല. ലി എന്നാണ് വന്നത്, അത് ജെറിന്റെ ഹർഫാണ്. പക്ഷെ എങ്കിൽ പോലും ലി അസ്തരീഹ എന്നുള്ള മുളാരിയായ ഫീലിന് നെസ്ബ് ചെയ്യാൻ കാരണം അവിടെ മറഞ്ഞുകൊണ്ട് ലി അൻ അസ്തരീഹ എന്നുള്ള അൻ എന്നുള്ളൊരു വാക്ക്, ഒരു കെലിമത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ മുളാരിയായ ഫീലിന് നെസ്ബ് ചെയ്യാൻ കാരണം. ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഹവർതു ഞാൻ വന്നു, ലി അഊദൽ മരീല രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി, ലി അഊദ ഞാൻ സന്ദർശിക്കാൻ, അൽ മരീല രോഗിയെ, ഹവർതു ഞാൻ വന്നു, ഞാൻ പ്രസന്റ് ആയി, ലി അഊദൽ മരീല ഞാൻ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അതുപോലെ തന്നെ യജ്തഹിദു ത്വാലിബു ലിയൻജഹ വിദ്യാർത്ഥി പരിശ്രമിക്കുന്നു, ലിയൻജഹ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? ലിയൻജഹ അവൻ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇവിടെയൊക്കെ ലാമ് തഅലീലിന്റെ ലാമാണ്, വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടാൻ. ബനൈതു ബൈത്തൻ ഞാനൊരു വീട് എടുത്തു, ബനൈതു ബൈത്തൻ ഞാനൊരു വീടെടുത്തു, ലി അസ്കുന ഫിഹി ഞാൻ അതിൽ താമസിക്കാൻ വേണ്ടി. എന്തിനാണ് വീടെടുത്തത്? അതിൽ താമസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ലാമിന്റെ ശേഷം വന്ന മുളാരിയായ ഫെയില്, അത്
ആ ലാമ് തഅലീലിന് വേണ്ടി വന്നതാണ്, വേണ്ടി എന്നുള്ളൊരു അർത്ഥത്തിന് വേണ്ടി വന്നതുകൊണ്ട് അതിനുശേഷം ഒരു അൻ എന്നുള്ളത് മറഞ്ഞിരിക്കാം. ഇനി ആ അൻ എന്നുള്ളത് ലി അസ്തരിഹ എന്നുള്ളടത്ത് ലി അൻ അസ്തരിഹ എന്ന് പറയാൻ പറ്റുമോ? ലി ഔദ എന്നുള്ളടത്ത് ലി അൻ ഔദ എന്ന് പറയാൻ പറ്റുമോ? ലി യൻജഹ എന്നുള്ളടത്ത് ലി അൻ യൻജഹ എന്ന് പറയാൻ പറ്റുമോ? ലി അസ്കുന എന്നുള്ളടത്ത് ലി അൻ അസ്കുന എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. അതാണ് രണ്ടാമത്തെ സെക്ഷനിലെ ഉദാഹരണം. ജലസ്തു ലി അൻ അസ്തരിഹ, ഹളർതു ലി അൻ അഊദൽ മരീദ, യജ്തഹിദു ത്വാലിബു ലി അൻ യൻജഹ, ബനൈതു ബൈതൻ ലി അൻ അസ്കുന. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകും ഈ തഅലീലിന്റെ ലാമിന്റെ ശേഷം അന്ന് മറഞ്ഞിരിക്കൽ ജായിസ് ആണ്, നിർബന്ധമല്ല. മറഞ്ഞും വരാം, മറയാതെയും വരാം. എന്തായാലും തഅലീലിന്റെ ലാമിന് ശേഷം അന്ന് മറഞ്ഞുകൊണ്ടൊരു മുദാരിയായ ഫീൽ വന്നാൽ ആ മുദാരിയായ ഫീലിന് നെസ്ബ് ചെയ്യണം. അപ്പൊ നമ്മൾ മുദാരിയായ ഫീലിന് നെസ്ബ് ചെയ്യുന്ന 4 അദാത്തുകൾ മുമ്പ് എണ്ണിയതിൽ ലി എന്നുള്ളത് 5ാമത്തേതായിട്ട് വന്നതല്ല. അവിടെ ശരിക്ക് മുദാരിയായ ഫീലിന് നെസ്ബ് ചെയ്യുന്ന അദാത്ത് അൻ എന്ന് തന്നെയാണ്. ആ അൻ അവിടെ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കായിദയിലേക്ക് പോകുന്നു. 43ാമത്തെ കായിദ, യുൻസബുൽ ഫഇലുൽ മുദാരിഉ, മുദാരിയായ ഫീൽ നെസ്ബ് ചെയ്യപ്പെടും ബി അൻ മുൾമറതൻ, മുൾമറത്തായ മറഞ്ഞിരിക്കുന്ന അന്നുകൊണ്ട്, ജവാസൻ ജായിസായിട്ട് മറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മറയും ചെയ്യാം, മറയാതിരിക്കുകയും ചെയ്യാം. ലി അസ്തരിഹ എന്നും പറയാം, ലി അൻ അസ്തരിഹ എന്നും പറയാം. ബഅദ ലാമി തഅലീലി, ബഅദ ലാമി തഅലീലി, തഅലീലിന്റെ ലാമിന് ശേഷം, വേണ്ടി എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കുന്ന ലാമിന് ശേഷം നിർബന്ധമായല്ല, ജായിസായിട്ട് അനുവദനീയമായിട്ട് പിന്നെ എന്ത് ചെയ്യാം? മുദാരിയ ഫീലിന് നെസ്ബ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, അന്ന് മറഞ്ഞിരിക്കും നമ്മൾ തഅലീലിന്റെ ലാമിന് ശേഷം എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ബഅദ ലാമിൽ ജുഹൂദി, ജുഹൂദിന്റെ ലാമിന് ശേഷം. ബഅദ ലാമിൽ ജുഹൂദി, ജുഹൂദിന്റെ ലാമിന് ശേഷം. ജുഹൂദിന്റെ ലാമ് എന്ന് പറഞ്ഞാൽ ഒരു നിഷേധാത്മകമായ ജുംലയിൽ, അതായത് ഉണ്ടാവൂല എന്ന് പറയുന്ന ഒരു നിഷേധിക്കുന്ന ഒരു ജുംലയിൽ കടന്നു വരുന്ന മുദാരിയ ഫീലിന്റെ കൂടെ വരുന്ന ലാമിനാണ് ലാമുൽ ജുഹൂദ് എന്ന് പറയുന്നത്. ജുഹൂദ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നാണ്. അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ വരുന്ന ലാമിനാണ് ജുഹൂദ് എന്ന് പറയല്. ആ ലാമിന്റെ ശേഷം മുദാരിയ ഫീല് നെസ്ബ് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? മറഞ്ഞിരിക്കുന്ന അന്നുകൊണ്ട്, മറഞ്ഞിരിക്കുന്ന അന്നുകൊണ്ട്. നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം. അൽ അംസില, മാകാന സ്വദീഖു ലിയഖൂന സ്വദീഖഹു, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനെ ഒരിക്കലും ചതിക്കുകയില്ല. ജുഹൂദാണ്. മാകാന സ്വദീഖു, ഒരു സ്വദീഖ് ആയിട്ടില്ല, ലിയഖൂന സ്വദീഖഹു, അവന്റെ കൂട്ടുകാരനെ ചതിക്കുന്നവനായിട്ടില്ല, ഒരിക്കലും ചതിക്കാൻ കഴിയൂല എന്നർത്ഥം. മാകാനത്തി തുയൂറു, പക്ഷികളായിട്ടില്ല, ലിതുസ്ജന, അവര് കൂട്ടിലടക്കപ്പെടാൻ, ലിതുസ്ജന, അവർ ബന്ധിക്കപ്പെടാനായിട്ടില്ല, ഫിൽ അഖ്ഫാസി, കൂടുകളിൽ. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ജുഹൂദാണ്. അതായത് പക്ഷികൾ ഒരിക്കലും കൂടുകളിൽ ബന്ധിപ്പിക്കപ്പെടാൻ പാടില്ല. അവിടെയും ജുഹൂദുണ്ട്. അതിന് ശേഷം വരുന്ന ലാമാണ്, ജുഹൂദിൽ വരുന്ന ലാമാണ് ലിതുസ്ജന ലിയഖൂന. അതുപോലെ തന്നെ മൂന്നാമത്തെ ഉദാഹരണം, ലം യകുനി ശുർത്തിയു, പോലീസുകാരനായിട്ടില്ല, ലിയസ്രിക, കക്കുന്നവനായിട്ടില്ല, അങ്ങനെ കക്കാൻ കഴിയൂല. പോലീസുകാരൻ അങ്ങനെ കക്കാനൊന്നും കഴിയൂല. അവിടെ ലിയസ്രിക, ആ യസ്രിക എന്നുള്ള മുദാരിയ ഫീലിനെ നെസ്ബ് ചെയ്തത് അൻ എന്ന് മറഞ്ഞിരിക്കുന്ന ഒരു അന്നുകൊണ്ടാണ്. ലം അകുൻ ലി ഉറാഫിക്കൽ അഷ്റാറ, ഞാൻ ആയിട്ടില്ല, ലി ഉറാഫിക്കൽ അഷ്റാറ, ചീത്ത ആളുകളോട് കൂട്ടുകൂടുന്നവനായിട്ടില്ല, എനിക്കതിന് കഴിയൂല. ചീത്ത ആളുകളോട് കൂട്ടുകൂടാൻ എനിക്ക് കഴിയൂല. ഇവിടെ 4 ഉദാഹരണങ്ങൾ വന്നു. ലിയഖൂന, ലിതുസ്ജന, ലിയസ്രിഖ, ലിഉറാഫിക. ഇതൊക്കെ മുദാരിയ ഫീലാണ്. മൻസൂബുമാണ്, ഫതഹ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നെസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നെസ്ബ് ചെയ്യാനുള്ള കാരണം ജുഹൂദിന്റെ ലാമിന് ശേഷം, ലി എന്നുള്ള ലാമിന് ശേഷം മറഞ്ഞിരിക്കുന്ന ഒരു അന്നുണ്ട് അവിടെ. ആ അന്നുകൊണ്ടാണ് ഈ മുദാരിയ ഫീലൊക്കെ നെസ്ബ് ചെയ്യപ്പെട്ടത്. നമ്മൾ മുൻകഴിഞ്ഞ ലാമു തഅലീലിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ മാകാന സ്വദീഖു ലി അൻ യഖൂന സ്വദീഖഹു ലി അൻ തുസ്ജന ലി അൻ യസ്രിഖ ലി അൻ ഉറാഫിക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഒരു ഉദാഹരണം ഇല്ലാത്തത്. അതായത് തഅലീലിന്റെ ലാമിന് ശേഷമാണെങ്കിൽ അത് ജായിസ് ആണ്, പറയാൻ പറ്റും. ലാമ് ലി അൻ അസ്തരിഹ എന്നും പറയാം, ലി അസ്തരിഹ എന്നും പറയാം. കാരണം അത് ലാമു തഅലീൽ, വേണ്ടി എന്നുള്ള അർത്ഥത്തിനാണ്. ഇത് ലാമുൽ ജുഹൂദ് ആണ്, നിഷേധിക്കുന്ന ഒരു ജുംലയിൽ വരുന്ന ലാമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് അന്ന് കൂട്ടി പറയാൻ പറ്റില്ല, നിർബന്ധമായും അന്ന് മറഞ്ഞിരിക്കേണ്ടതാണ്. അതിനുള്ള ഒരു കായിദയാണ് 44ാമത്തെ കായിദ. യുൻസബുൽ ഫഇലുൽ മുദാരിഉ, മുദാരിയായ ഫഇൽ നസ്ബ് ചെയ്യപ്പെടും ബി അൻ മുൾമറതൻ, മറഞ്ഞിരിക്കുന്ന അന്നുകൊണ്ട്, വുജൂബൻ, നിർബന്ധമായിട്ടും മറഞ്ഞിരിക്കുന്ന, നിർബന്ധമായിട്ടും ആ അന്ന് മറഞ്ഞിരിക്കണം. ബാദ ലാമി ജുഹൂദി, ജുഹൂദിന്റെ ലാമിന് ശേഷം.
ജഹൂദിന്റെ ലാമിന് ശേഷം നിർബന്ധമായും മറഞ്ഞിരിക്കുന്ന ഒരു അന്ന് കൊണ്ട് മുദാരിയായ ഫീല് നെസ്ബ് ചെയ്യപ്പെടും. അപ്പോ നമ്മൾ പറഞ്ഞ പിന്നെ ലിയഹൂന, ലിതുസ്ജന, ലിയസ്രിഖ, ലിഉറാഫിക എന്നുള്ളൊക്കെ മുദാരിയായ ഫീല് നെസ്ബ് ചെയ്യപ്പെടാൻ കാരണം അവിടെ ഒരു നിർബന്ധമായും മറഞ്ഞിരിക്കേണ്ട ഒരു അന്നുണ്ട്. ഈ ലാമിന് ലാമുൽ ജഹൂദ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാഠം ബഅദ ഔ. മുദാരിയായ ഫീല് അന്ന് കൊണ്ട് നെസ്ബ് ചെയ്യപ്പെടും, മറഞ്ഞിരിക്കുന്ന അന്ന് കൊണ്ട് നെസ്ബ് ചെയ്യപ്പെടും. എപ്പോ? ബഅദ ഔ, ഔ എന്ന വാക്കിന് ശേഷം. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, മൂന്നാമത്തതാണ് ഔ എന്ന വാക്കിന് ശേഷം. അതിന്റെ ഉദാഹരണത്തിലേക്ക് പോകാം. ആ ഔവിന്റെ പ്രത്യേകത ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കും. ഇസ്തമഇ നുസ്ഹത്ത് തബീബി ഔ യതിമ്മ ശിഫാഉക. ഇവിടെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഒന്ന്, ഇസ്തമഇ നുസ്ഹത്ത് തബീബി ഔ യതിമ്മ ശിഫാഉക തഹബ്ബബ് ഇലാ ഇഖ്വാനിക ഔ തനാല റിളാഹും. ഇവിടെ ഔ എന്നുള്ള വാക്ക്, നമ്മൾ ഔ എന്ന് അല്ലെങ്കിൽ എന്നാണ് അർത്ഥം വെക്കല്. പക്ഷെ ഇവിടെ ഔ എന്നുള്ള വാക്ക് ഇലാ, അത് വരെ എന്നുള്ളൊരു അർത്ഥത്തിന് വരുന്ന ഔ ആണ്. ഔ എന്നുള്ളത് പല അർത്ഥത്തിനും വരും. ഔ വരെ എന്നുള്ളൊരു അർത്ഥത്തിന് മുദാരിയായ ഫീലിന്റെ മുമ്പ് വന്നാൽ ആ മുദാരിയായ ഫീല് ഔന്റെ ശേഷം അന്ന് മറഞ്ഞിരിക്കും. ആ അന്ന് കൊണ്ടാണ് മുദാരിയായ ഫീല് നെസ്ബ് ചെയ്യപ്പെടുക. ഇസ്തമഇ നുസ്ഹത്ത് തബീബി, ഡോക്ടറുടെ ഉപദേശം നീ സ്വീകരിക്കണം. ഔ യതിമ്മ ശിഫാഉക, നിന്റെ രോഗശമനം പൂർണ്ണമാകുന്നത് വരെ. ഇലാ അൻ യതിമ്മ എന്നുണ്ടാകും. അവിടെ ഇല വന്നാൽ ഇലാ അൻ യതിമ്മ അന്ന് വരും. ഇലാ അൻ യതിമ്മ ശിഫാഉക. എന്നാൽ ആ ഇലന്റെ അർത്ഥത്തിന് പിന്നെ ഔ എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് ഔ അൻ യതിമ്മ ശിഫാഉക എന്ന് പറയാൻ പറ്റില്ല. ഔ യതിമ്മ ശിഫാഉക നിർബന്ധമായും മറഞ്ഞിരിക്കേണ്ട അന്നാണ്. അന്നിവിടെ നിർബന്ധമായും മറഞ്ഞിരിക്കണം ഔന്റെ ശേഷം. തഹബ്ബബ് ഇലാ ഇഖ്വാനിക, നിന്റെ സഹോദരങ്ങളോട് സ്നേഹിതന്മാരോട് നീ നല്ല സ്നേഹത്തിൽ വർത്തിക്കുക. ഔ തനാല റിളാഹും, അവരുടെ പ്രീതി നേടുന്നത് വരെ, അവരോട് നല്ല രീതിയിൽ സന്തോഷത്തിൽ വർത്തിക്കണം. ഇവിടെ ഔ തനാല, ഔ യതിമ്മ, ഈ രണ്ട് മുദാരിയ ഫീലും നെസ്ബ് ചെയ്യാൻ കാരണം ഔ എന്നുള്ള വാക്കിന് ശേഷം മറഞ്ഞിരിക്കുന്ന അന്ന് ഉണ്ടായത് കൊണ്ടാണ്. മൂന്നാമത്തെ ഉദാഹരണം യുആഖബുൽ മുസീഉ ഔ യഅ്തദിറ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഔൻ്റെത്. ഔന് പല അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വരെ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ യുആഖബുൽ മുസീഉ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ഔ യഅ്തദിറ, അവൻ മാപ്പ് ചോദിക്കുന്നത് വരെ. മാപ്പ് ചോദിക്കുന്നത് വരെ അല്ല, അല്ലെങ്കിൽ അവൻ മാപ്പ് ചോദിക്കണം. യുആഖബുൽ മുസീഉ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ഔ യഅ്തദിറ, അവൻ മാപ്പ് ചോദിച്ചാലല്ലാതെ, മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ അവൻ അങ്ങനെ ശിക്ഷിക്കപ്പെടും. ഇല്ലാ അൻ യഅ്തദിറ എന്നായിരുന്നു. ഇല്ലന്റെ അർത്ഥത്തിനാണ്. ഇല്ലാ അൻ യഅ്തദിറ, അവൻ മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ. അപ്പോ ഇല്ല എന്ന് വരികയാണെങ്കിൽ ഇല്ലാ അൻ യഅ്തദിറ എന്ന് വരും. ഇവിടെ ഇല്ലന്റെ അർത്ഥത്തിൽ ഔ വന്നതുകൊണ്ട് ഔന്റെ ശേഷം അന്ന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് നെഹ്വിന്റെ നിയമമാണ്, അറബി ഭാഷയുടെ നിയമമാണ്. യുഹ്റമു തിൽമീദു, വിദ്യാർത്ഥി നിഷേധിക്കപ്പെടും. അൽ മുകാഫഅത, സമ്മാനം നിഷേധിക്കപ്പെടും. ഔ യജ്തഹിദ, അവൻ പരിശ്രമിച്ചാലല്ലാതെ. അവൻ പരിശ്രമിക്കുകയാണെങ്കിൽ അവൻക്ക് സമ്മാനം കിട്ടും. അവിടെ ഇല്ല അൻ യജ്തഹിദ എന്നുണ്ടായിരുന്നു. ഇല്ലക്ക് ശേഷം ഇല്ല അൻ യജ്തഹിദ എന്നുള്ള അന്ന് പറയാൻ കാരണം ഇല്ലന്റെ അർത്ഥത്തിൽ ഔ വന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മുദാരിയായ ഫീലിന് മുമ്പ് അൻ എന്നുള്ളൊരു കെലിമത്ത് വന്നാൽ ആ മുദാരിയായ ഫീലിന് നെസ്ബ് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞത് ആ അൻ എന്നുള്ളത് ചില ഹർഫുകളുടെ ശേഷം മറഞ്ഞു വരും. അത് ലാമു താലീലാണെങ്കിൽ താലീലിന്റെ ലാമിന് ശേഷം ചിലപ്പോ മറയാം, ചിലപ്പോൾ മറയാതിരിക്കാം. രണ്ടും ചെയ്യാം. ലി അസ്തരിഹ എന്നും പറയാം, ലി അൻ അസ്തരിഹ എന്നും പറയാം. എന്നാൽ ജഹൂദിന്റെ ലാമിന്റെ ശേഷമാണെങ്കിൽ, ഒരു നിഷേധം എന്നുള്ള അർത്ഥത്തിന് കിട്ടുന്ന ലാമിന്റെ ശേഷമാണെങ്കിൽ നിർബന്ധമായിട്ടും മറിഞ്ഞ് തന്നെ വരുള്ളൂ. പക്ഷെ മുദാരിയ ഫീലിൻ നെസ്ബായിരിക്കും. എന്തുകൊണ്ട്? ആ അൻ എന്നുള്ളത് വാക്കുണ്ടായത് കൊണ്ട്. ആ വാക്കോടെന്ന് വെച്ചാൽ അത് നിർബന്ധമായും മറക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് ഔ എന്നുള്ളൊരു കെലിമത്താണ്. ഔ എന്നുള്ളത് പല അർത്ഥത്തിന് വരും. വരെ എന്ന അർത്ഥത്തിന് വരും, ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിന് വരും, ഇല്ലെങ്കിൽ അത് ചെയ്താൽ ഒഴികെ എന്നുള്ള അർത്ഥത്തിന് വരും. അങ്ങനെ 2 അർത്ഥത്തിന് വന്നാലും അതിനുശേഷം ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു അന്നുണ്ടാകും. ആ അന്നിന്റെ ശേഷം വന്ന മുദാരിയ ഫീൽ അന്നുകൊണ്ട് നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി തന്നെ 3 കാര്യങ്ങൾ കൂടിയുണ്ട്, 3 കലിമത്തുകൾ കൂടിയുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.